തിരുവനന്തപുരം നെടുമങ്ങാട് റോഡിൽ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ മരിച്ചു. പനയമുട്ട സ്വദേശി അക്ഷയുടെ ജീവനാണ് നഷ്ടമായത്. അക്ഷയുടെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. കെഎസ്ഇബിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് പനമ്പൂർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കാറ്ററിംഗ് ജോലിക്ക് പോയി പുലർച്ചെ 2 മണിയോടെ സുഹൃത്തുക്കളുമൊത്ത് വീട്ടിലേക്ക് വരികയായിരുന്നു അക്ഷയ്. പനയമുട്ടം പാമ്പാടി മദ്രസയ്ക്ക് മുമ്പിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. റബ്ബറിന്റെ ചില്ല ഒടിഞ്ഞ് വൈദ്യുത പോസ്റ്റിലേക്ക് വീണു. കാലപ്പഴക്കം ചെന്ന വൈദ്യുത പോസ്റ്റ് റോഡിലേക്ക് പതിച്ചു. ഈ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് അക്ഷയ് തൽക്ഷണം മരിച്ചു. അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു. നമ്മൾ ഇവനെ കിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടന് ഷോക്കടിച്ച് എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. നാട്ടുകാരാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയത്. വണ്ടിയിലും കറണ്ടുണ്ട്, സ്റ്റീൽ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ഇവിടെ എങ്ങും തൊടാക്കൂല. ലാസ്റ്റ് ഇട്ടിരുന്ന ഉടുപ്പിനെ ഊരി കയ്യിൽ കുരുക്കിട്ട്, ഉടുത്തിരുന്ന മുണ്ടിനെ ഊരി കാലി കുരുക്കിട്ടാണ് വലിച്ചു ഇറങ്ങൂല. റേഷ് കാർഡിനകത്ത് കാലായിപ്പോൾ ചെരിപ്പിരിക്കുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടിൽ നമ്മൾ 3 പേരും കൂടെ വലിച്ചിറക്കി പള്ളിയിൽ നിന്ന് ഒരു മാറ്റ് എടുത്ത് ഇവിടെ ഇട്ട് നല്ല രീതിയിൽ അവനെ പഞ്ച് ചെയ്തൊക്കെ നോക്കി. രക്ഷയില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അക്ഷയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അപകടത്തിന് കാരണം കെഎസ്ഇബിയുടെ അനാസ്ഥയാണെന്നാരോപിച്ച് പനമ്പൂർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. സംഘർഷത്തിൽ കലാശിച്ച മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മീഡിയ 1 തിരുവനന്തപുരം.